ഒന്ന് നിർത്ത് ജലജേ. നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് എൻ്റെ രക്തം ചൂടാക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോകുന്നത്? നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അത് ഏട്ടത്തി, ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഏട്ടത്തിക്ക് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തി ആദർശിൻ്റെ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ച് നോക്ക്. അപ്പം ഏട്ടത്തിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊക്കെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ. നമ്മുടെ ദേവയാനിയായിട്ടാണ്, രണ്ടാളുമായിട്ട് സംസാരമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജ എന്ത് കാര്യം പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ദേവയാനിയെ തിളപ്പിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടാവുക? അതൊക്കെ അറിയണ്ടേ? അപ്പോൾ അതൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദർശും നമ്മുടെ നയനയും കൂടി നേരെ നന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ വിവാഹത്തിന് ക്ഷണിക്കുന്നതിനും ഓണക്കോടി കൊടുക്കുന്നതിനുമാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദർശ് ഓണക്കോടിയൊക്കെ കൊടുക്കുകയാണ്, നമ്മുടെ നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നയന നമ്മുടെ നന്ദുവിൻ്റെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് മുറിയിൽ വെച്ചിട്ട് നമ്മുടെ നയന ഉപദേശിക്കുകയാണ്, അനിയെ മറന്നിട്ട് നല്ലൊരു ജീവിതമൊക്കെ വേണം, നന്നായിട്ട് പഠിക്കണം, ജോലിയൊക്കെ സമ്പാദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നയന പറയാണ്, മോളെ എന്തായാലും നമുക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. നമ്മുടെ അമ്മ അതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ഇഷ്ടത്തിനൊത്ത രീതിയിൽ വലിയൊരു പണക്കാരെ വീട്ടിൽ നമുക്ക് പോകാനായിട്ട് പറ്റിയെങ്കിലും അവിടെ ഇതുവരെ നല്ലൊരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് മോളുടെ ജീവിതത്തിലെങ്കിലും അതുണ്ടാവരുത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് നീ നല്ലൊരു കുടുംബജീവിതം നയിക്കണം. അങ്ങനെ നിൻ്റെ ജീവിതം കണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും നമുക്കൊക്കെ സന്തോഷിക്കാൻ പറ്റണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നയന. അതിനുശേഷം നയന പറയാണ്, ആദർശേട്ടൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദൂരാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നല്ല വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ വഴിക്കണ്ണുകളോടുകൂടി ഇങ്ങനെ ആദർശ നയനെ എവിടേക്ക് പോയി എന്നറിയാൻ വയ്യ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ജലജ ചെന്നിട്ട് പറയണേ, എൻ്റെ ഏട്ടത്തി ആദർശിനെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഏട്ടത്തി നോക്കിയിട്ട് ഒരു കാര്യമില്ല, അവർ രണ്ടുപേരെയും എവിടെയൊക്കെയോ കറങ്ങി നടക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ്, അങ്ങനെ കറങ്ങി നടക്കുകയൊന്നുമല്ല, അവർ വിവാഹം വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ജലജ പറയാണ്, എൻ്റെ ഏട്ടത്തി, അവൻ വിവാഹം വിളിക്കാനായിട്ട് പോവേണ്ടത് ഏട്ടത്തിയെ കൂട്ടിയിട്ടല്ലേ, അല്ലാതെ അവൻ്റെ ഭാര്യയും കൂട്ടിയാണോ പോവേണ്ടത്? ഇത്രയും നാളും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ദേ ചെക്കൻ്റെ മട്ടങ്ങ് മാറി, കണ്ടില്ലേ? ഇപ്പോൾ നയനയും കൂട്ടിയാണ് അവൻ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, എൻ്റെ ജലജെ, നീ അതിന് വേറെ അർത്ഥമൊന്നും കണ്ടുപിടിക്കാനായിട്ട് നോക്കണ്ട. വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും ആദർശ് അവളെയും കൊണ്ട് എങ്ങും പോയിട്ടില്ലല്ലോ. അപ്പോൾ ബന്ധുക്കളൊക്കെ കുറേ നാളുകൊണ്ടേ ആദർശിനോട് ചോദിക്കുന്നുണ്ട് നയനെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ടായിരിക്കും അവൻ അവളെയും കൂട്ടി പോയത്. അതിന് നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്നത്? എൻ്റെ ഏട്ടത്തി ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഏട്ടത്തി, ഞാൻ വെറുതെ കഥകളൊന്നും പറഞ്ഞുണ്ടാക്കുന്നതൊന്നും അല്ല. ഏട്ടത്തി, അവർ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ പോയിരിക്കുന്നത്, ശരിക്ക് പറയുകയാണെങ്കിൽ നയനയുടെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുള്ളത്. ഏട്ടത്തിയെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, നീ ഒന്ന് വെറുതെ ഇരിക്കും ജലജെ. എൻ്റെ ഏട്ടത്തി, അവളാണെങ്കിൽ അവളെ വീട്ടിൽ പോയതിന് ശേഷം ആദർശ് അങ്ങോട്ട് ചെന്നിട്ടല്ലേ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു തലക്കനവും ജാടയൊക്കെ അവൾക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വരച്ച വരയിലാണ് ഇപ്പോൾ ആദർശ് നിൽക്കുന്നത്. എൻ്റെ ഏട്ടത്തി, ഇതൊക്കെ അവളുടെ ഓരോരോ നമ്പറുകളാണ്. പാവം ആദർശാണെങ്കിൽ ഒന്നും അറിയുന്നില്ല, അവളുടെ കൂത്തിനൊത്ത് വെറുതെ തുള്ളുകയാണ് ഇത്. അല്ലെങ്കിൽ ഏട്ടത്തി നോക്കിക്കോ, ഇപ്പോഴത്തന്നെ ആണെങ്കിലുണ്ടല്ലോ അവളെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവൾ കുറച്ച് ഡിസൈൻ ചെയ്തു എന്നും പറഞ്ഞിട്ട് ആരും അവളെ നിലത്ത് നിർത്താൻ സമ്മതിക്കുന്നില്ല. എല്ലാവർക്കും അവളെന്തോ വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ് ഇവിടെ എല്ലാവരും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, നീ എന്തിനാ ജലജ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? സത്യം പറയുകയാണെങ്കിൽ അവൾ ചെറിയൊരു ഉപകാരമൊന്നുമല്ല നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുള്ളത്. നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ പല സമയത്തും അവൾ നമ്മളെ അതിന് വേണ്ടിയിട്ട് അവൾ നമ്മളെ അതായത് അവൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യമായ കാര്യമാണ്. ഇനിയിപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം സത്യമാണ് എന്നും പറഞ്ഞിട്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയാണ് ദേവയാനി. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയണേ, എന്നാലും എൻ്റെ ഏട്ടത്തി ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് വെറും കഷ്ടം തന്നെയാണ് കേട്ടോ. ഇപ്പം തന്നെ നോക്കിക്കോ, അവൻ അവളെയും കൊണ്ട് അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഏട്ടത്തിയെ പറഞ്ഞ് ഓരോന്നും വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയണേ, നീ
എന്തിനാ ജലജ ഇങ്ങനെ ഓരോന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് പറയുന്നത്? എനിക്ക് ഉറപ്പുണ്ട് അവൻ അവിടെ ഒന്നും ആയിരിക്കില്ല പോവില്ലെന്ന്. ആ അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി വിശ്വാസം ഏട്ടത്തിയെ രക്ഷിക്കട്ടെ. ഏട്ടത്തി എന്നാൽ ഒരു കാര്യം ചെയ്യും, ഏട്ടത്തി നേരെ ആദർശിൻ്റെ ഫോൺ എടുക്കുക, എന്നിട്ട് വിളിച്ച് ചോദിക്ക്. അപ്പോൾ അറിയാമല്ലോ ആദർശ് എവിടേക്കായിരിക്കും പോയിട്ടുള്ളതെന്ന്. അങ്ങനെ നമ്മുടെ ദേവയാനി പോയിട്ട് ഫോൺ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വരാ അവൻ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണേ, അല്ലെങ്കിൽ എൻ്റെ സകല പദ്ധതിയും പൊളിയും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ജലജ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്തിന് നമ്മുടെ നയനയാണെങ്കിൽ ആദർശിന് കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ്. ആദർശ് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗോവിന്ദനും കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ആദർശിൻ്റെ ഫോണിൽ കോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ നയന പറയുകയാണ്, ആദർശേട്ട ദേ ഫോൺ എടുക്ക് എന്ന് പറയണം. അപ്പോൾ ആദർശ് നോക്കിയിട്ട് പറയണം, അയ്യോ അമ്മയാണല്ലോ വിളിക്കുന്നത്. അയ്യോ ആദർശേട്ട എവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നെന്ന് പറയണ്ട കേട്ടോ. എന്തിനാ അത് പറയാതിരിക്കുന്നത്? എന്തിനാ നയനെ കള്ളം പറയുന്നത്? എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? നമ്മൾ കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിവിടെ വന്നു എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അല്ല ആദർശേട്ടാ, അത് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടാവില്ല, അമ്മ വഴക്കു പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എൻ്റെ നയനെ, അമ്മ വഴക്കു പറയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നമ്മൾ കള്ളം പറഞ്ഞാലുണ്ടല്ലോ അമ്മയുടെ സ്വഭാവമാണ്, ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഈ വീടിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടായിരിക്കും ചിലപ്പോൾ അമ്മ നമ്മളെ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ അമ്മ ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ആകെ കുളമാവില്ലേ? അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയില്ലേ? ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ആദർശ് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ദേവയാനി ചോദിക്കുകയാണ്, എടാ നീ എവിടെയാടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അത് അമ്മേ, ഞാനാണെങ്കിൽ സത്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ നയനയും കൂട്ടിയിട്ട് വിവാഹം വിളിക്കാനായിട്ട് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ നയനയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വരെ വരേണ്ടി വന്നു. അങ്ങനെ നമ്മൾ നയനയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ആകെ കലിപ്പ് വരികയാണ്. ദേവയാനി അങ്ങനെ ഫോൾ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നയന പറയുകയാണ്, ഇതാണ് ആദർശേട്ടൻ ഞാൻ പറഞ്ഞത്, അമ്മയോട് സത്യം പറയരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അല്ലാതെ മറ്റൊന്നുകൊണ്ടും അല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ നമ്മുടെ ദേവയാനിയോട് ചോദിക്കുകയാണ്, ഏട്ടത്തിക്ക് ഇപ്പം തൃപ്തിയായില്ലേ? ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞപ്പോൾ ഏട്ടത്തിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന്? അവൻ അവളുടെ വീട്ടിൽ തന്നെയാണ് ഏട്ടത്തി. എന്തായാലും പയ്യനെ അവർ കൈക്കലാക്കി കഴിഞ്ഞു. ഇനി ഏട്ടത്തിക്കൊന്നും ഒരു റോളും ഉണ്ടാവില്ല. ദേ ഏട്ടത്തി, ഇപ്പം ഇവിടെ നടക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും അവളുടേതാണ്. ഏട്ടത്തിക്ക് ഇവിടെ ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലജ നല്ല രീതിയിൽ പിരികേറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനിക്ക്. ദേവയാനിയാണെങ്കിലുണ്ടല്ലോ അതും കേട്ടിട്ട് അതും വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ആദർശ് നയനയും കൂടി പോകാനായിട്ടൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുകയാണ്, നന്ദുവിനോട് പറയുകയാണ്, നന്ദു നീ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കരുത്. നീ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നല്ലോ, എന്നിട്ട് എന്താ നീ ഇങ്ങനെ ആയിപ്പോയത്? ദേ അവിടെ തന്നെ അനിയുടെ വിവാഹമൊക്കെ അടുത്തു, എന്നാലും അവൻ്റെ മട്ടുമാതിരിയും കണ്ട ഏതാണ്ട് ഡിപ്രഷൻ ബാധിച്ച കണക്കാണ് അവൻ്റെ ഓരോ പ്രവൃത്തികളും. പക്ഷേ അവൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. അവനും നിന്നെപ്പോലെ തന്നെയാണ്, അവനും ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ആരോടും ഒന്നും പറയുന്നുമില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും നീ വിവാഹത്തിന് 2 ദിവസം മുമ്പ് അങ്ങ് വന്നേക്കണം. കാരണം അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ. അപ്പോൾ നീയും നിൻ്റെ മറ്റു കൂട്ടുകാരും കൂടി വേണം പയ്യനെ അണിയിച്ചൊരുക്കി വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത്. കേട്ടോ നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു തലയാട്ടുക മാത്രമാണ് നന്ദു ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആദർശ നയനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ നന്ദുവിനോട് പറയണേ, എൻ്റെ നന്ദു മോളെ, നീ എന്താ ഇങ്ങനെ സ്മാർട്ട്നെസ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ നല്ല ആക്റ്റീവുള്ള കുട്ടിയായിരുന്നല്ലോ, എന്നിട്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെ ആകെ ഒരു ഒതുക്കത്തിലായിപ്പോയത്? കണ്ടില്ലേ, ആദർശമോൻ തന്നെ പറഞ്ഞത് കേട്ടില്ലേ? മോളെ, ആദർശമോൻ പറയുന്നത് മോൾ അനുസരിക്കണം. ഇനി വിവാഹത്തിൻ്റെ സമയത്ത് മോള് തന്നെ ആയിരിക്കണം അണിയിച്ചൊരുക്കി മണ്ഡപത്തിലേക്ക് എത്തിക്കേണ്ടത്. അനാമികയും അനിയും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു അച്ഛനോട് പറയുകയാണ്, പറ്റില്ല അച്ഛാ, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? എൻ്റെ അച്ഛ, ഞാൻ ആ പഴയ നന്ദു അല്ല അച്ഛാ. എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു വിങ്ങലുണ്ട് എൻ്റെ നെഞ്ചിൽ, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പഴയ നന്ദുവായിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് പോവുകയാണ്. അതേസമയം നമ്മുടെ ആദർശ് നയനയും കൂടി ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്തിന് നമ്മുടെ ആദർശ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കണ, എന്താ ആദർശേട്ടാ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? അമ്മ വിളിച്ചത് കൊണ്ടുള്ള, അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയുമെന്നുള്ള പേടി കൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണ, പേടി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലാതില്ല.
സത്യം പറഞ്ഞാലുണ്ടല്ലോ ആദർശേട്ടൻ്റെ ഈ പേടിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതുണ്ടല്ലോ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അച്ഛനമ്മമാരെ പേടിക്കുന്നത് പോലെയാണ്. വയസ്സ് 10-30 വലിയൊരു കമ്പനിയുടെ തലപ്പത്തിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ആദർശേട്ടന് അമ്മയെന്ന് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, അതെ, അച്ഛനമ്മമാരെ പേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാനതിലൊന്നും ഒരു മോശം സ്വഭാവം കാണുന്നുമില്ല. എനിക്ക് എൻ്റെ അമ്മയെ പേടിയുണ്ടെന്ന് പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. അപ്പം നയന പറയണ, ആദർശേട്ടാ, അമ്മയെയും അച്ഛനെയും മാത്രമല്ല, നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മൾ പേടിക്കണം, ബഹുമാനിക്കണം, അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് കരുതിയിട്ട് ആദർശേട്ടൻ ഇപ്പം ചെയ്തതിൽ എന്താ തെറ്റ്? അല്ല ആദർശേട്ടാ, എൻ്റെ വീട്ടിൽ വരുന്നത് എന്താ ഇത്രയും വലിയ തെറ്റാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. അപ്പോൾ ആദർശ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയണേ, എൻ്റെ നയനെ, കുട്ടിക്കാലം മുതൽക്കേ അമ്മയ്ക്ക് എന്നോടൊരു പ്രത്യേക വാത്സല്യമാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നോട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ചിട്ടകളും രീതികളും ഒക്കെ അറിയാമല്ലോ. നമ്മുടെ കുടുംബത്തെ ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, മുതിർന്നവരെ ബഹുമാനിച്ച് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിട്ടുള്ളത്. ആരും ആരോടും വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ പലരും പറയാറുണ്ട് അനന്തപുരിയിലെ കൂട്ടുകുടുംബത്തെ പറ്റി. അപ്പം നയന പറയാണ്, അതങ്ങനെ കൂട്ടുകുടുംബം ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലോ അതിന് കാരണം മറ്റാരുമല്ല, അവിടുത്തെ നെടുന്തൂണായ മൂർത്തി മുത്തശ്ശൻ തന്നെയാണ്. ഇങ്ങനെ ഒരു മുത്തശ്ശൻ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒത്തൊരുമയോടുകൂടി ഇപ്പോഴും അവിടെ താമസിക്കുന്നത്. പിന്നെ അഭി മാത്രമേ ഉള്ളൂ ഇത്രയെങ്കിലും കുഴപ്പക്കാരനായിട്ട്, ബാക്കി എല്ലാവരും നല്ല സ്വഭാവമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ ദേവയാനി ഇങ്ങനെ നമ്മുടെ ആദർശിനെ കാണാഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. നയനയ്ക്ക് ആദർശിന് വരുമ്പോൾ നല്ലത് കണക്കിന് കൊടുക്കാമെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് ജലജ പറയണേ, കണ്ടില്ലേ ഏട്ടത്തി, കണ്ടില്ലേ, ഇതുവരെ അവൾ അവനെയും കൊണ്ട് വന്നില്ലല്ലോ. മിക്കവാറും 2 പേരും ഇന്ന് അവിടെ തന്നെ താമസിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏട്ടത്തി ഇങ്ങനെ ഇരിക്കെ, ഇതാണ് ഏട്ടത്തിയുടെ വിധി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. ദേവയാനി ചാടിപ്പറിച്ച് എഴുന്നേക്കാണ്. എന്നിട്ട് ദേവയാനി പറയാണ്, നിർത്ത് ജലജെ, നീ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് എൻ്റെ ചോര തിളപ്പിക്കുന്നത്? നിനക്കതുകൊണ്ട് എന്താ കിട്ടുന്നത്? എൻ്റെ അടുത്തേക്ക് ഈ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് വരരുത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ ജലജ പറയുകയാണ്, എൻ്റെ ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയെ തിളപ്പിക്കാനൊന്നും വന്നതല്ല, ഞാനുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞതാണ്. ജലജെ, നിനക്കങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ എന്നോട് പറയാൻ നിൽക്കുന്ന നേരത്തിന് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നീ പോയി അതങ്ങ് പരിഹരിക്കാൻ നോക്ക്. നീ ആദ്യം പോയി നിൻ്റെ മകനെ നല്ലതുപോലെ വളർത്താനായിട്ട് നോക്ക്. അതിനുശേഷം മതി എൻ്റെ പ്രശ്നങ്ങളെ തലയിടുന്നത് എന്നിങ്ങനെ പറയുകയാണ് ദേവയാനി. അങ്ങനെ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ഒരു നാണമില്ല എത്ര കേട്ടാലും. അപ്പോൾ ജലജ പറയണേ, എൻ്റെ ഏട്ടത്തി, ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഏട്ടത്തിയുടെ നന്മയെ കരുതിയിട്ടാണ്. പക്ഷേ എന്നാലും ഏട്ടത്തി എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സാരമില്ല, അത് ഏട്ടത്തിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ആദർശ നയനയും ഉടനെ വരുമല്ലോ, വരുമ്പോഴത്തേക്ക് ഇതിനൊരു തടയിടണം ഏട്ടത്തി, അവരിങ്ങനെ വിടരുത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാറ് വരികയാണ്. കാറിനകത്ത് നിന്ന് നമ്മുടെ ആദർശനും നയനയും ഇറങ്ങി അകത്തേക്ക് നടന്നു വരുന്നത് നമ്മുടെ ദേവയാനി കാണുകയാണ്. അപ്പോൾ തന്നെ ജലജ പറയണേ, ദേ കണ്ടില്ലേ ഏട്ടത്തി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ, 2 എണ്ണവും വരുന്നുണ്ട്, നോക്കേട്ടത്തി, ഒട്ടിപ്പിടിച്ചുകൊണ്ടാണ് 2 കൂടെ വരുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന കാണുകയാണ് നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ നയന അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആദർശനോട് പറയണ, ആദർശേട്ടാ, ദേ അമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ട്, എനിക്കെന്തോ പേടിയാവുന്നു, അമ്മ എന്തെങ്കിലും പറയുമോ എന്തോ ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയണ, അമ്മമാരാകുമ്പോൾ മക്കളെ വഴക്ക് പറയും, അതൊക്കെ സർവ്വസാധാരണമാണ്. എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ നീ ഒന്നും മിണ്ടണ്ട, നീ ഒന്നും പറയാതെ അങ്ങ് മുറിയിലേക്ക് അങ്ങ് പോയാൽ മതി. അപ്പോൾ നയന പറയാണ്, അത് ആദർശേട്ടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ, ഞാനൊന്നും പറയാനൊന്നും പോവില്ലല്ലോ. എന്നാലേ ഇത്തവണ നീ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയന അങ്ങനെ അകത്തേക്ക് വരികയാണ്. ആദർശ് ഒപ്പമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനയെ കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ദേവയാനിയുടെ ഹാലിളകുകയാണ്. ദേവയാനി ചോദിക്കണം, എവിടെ പോയിട്ട് വരികയാണ് 2 എണ്ണോ? എടി, നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ലേടി ഇവനെ എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണ് നമ്മുടെ ദേവയാനി അങ്ങ് തുടങ്ങുകയാണ്. ആദർശാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് അമ്മ എന്തെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല ദേവയാനിയുടെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറേ വഴക്ക് പറയുകയാണ് നയനയെ. അപ്പോഴും ആദർശ് ഒന്നും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ
ഉടനെ തന്നെ നമ്മുടെ ആദർശ് അമ്മയോട് പറയണം, അമ്മേ ഞാൻ വേറെങ്ങും പോയതല്ല അമ്മേ. ശരിക്കും പറയണമെങ്കിൽ ഞങ്ങൾ ഇവളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ പോയപ്പോഴത്തേക്ക് കല്യാണം വിളിക്കാനായിട്ട് പോയപ്പോൾ ഞങ്ങൾ ഇവളുടെ വീട്ടിലൊന്ന് കയറിയെന്നേ ഉള്ളൂ, അല്ലാതെ അമ്മയുടെ അടുത്ത് പറയാതെ വേറെങ്ങും പോയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഇങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, നീ അല്ലെങ്കിലും ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ ആദർശ ചെയ്യുന്നത്, നീ എന്നോട് ഒന്നും പറയാറില്ലല്ലോ, ഇപ്പം എല്ലാം ഇവളല്ലേ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്നോ, അപ്പോൾ ആദർശ് പറയണം, അമ്മ അങ്ങനെ ഒന്നും വിചാരിക്കരുത്, ഇവൾ എന്നെ വിളിച്ചുകൊണ്ട് പോയതൊന്നും അല്ല, ഇവളുടെ വീട്ടിൻ്റെ അടുത്ത് വരെ പോയപ്പോൾ ഇവളുടെ വീട്ടിലൊന്ന് കയറണമെന്ന് ഇവൾ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് കയറിയതിൽ എന്താ അമ്മ ഇത്ര തെറ്റ്? അതിനൊക്കെ അമ്മ എന്തിനാ ഇങ്ങനെ പിണങ്ങുന്നത്? മനഃപൂർവ്വം ഒന്നും അല്ല അമ്മ, ഇവളുടെ വീട്ടിലായിട്ട് പോയതല്ല, ഇവളുടെ വീട്ടിൻ്റെ അടുത്ത് കല്യാണം പറയാനായിട്ട് പോയപ്പോൾ ഇവളെ വീട്ടിലോട്ടൊന്ന് കയറി, അതിലെന്താ അമ്മ ഇത്ര തെറ്റ്? ഇവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിച്ചതെങ്കിൽ അവളുടെ വീട്ടിൽ പോകണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവില്ലേ? അതുമാത്രമല്ല, അവളുടെ വീട്ടിൽ 2 ദിവസം താമസിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കില്ലേ? ഇത് എൻ്റെ ഭാര്യയായിട്ട് വന്നത് നയന ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇവളുടെ വീട്ടിൽ കൊണ്ടുപോകാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ആദർശ് മുഖത്തടിച്ച് കണക്ക് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജയ്ക്ക് പിടിക്കുന്നില്ല. ജലജ അപ്പോഴേ പറയണേ, കേട്ടില്ലേ ഏട്ടത്തി, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവനിപ്പോൾ ഇവള് പറയുന്നതാ എല്ലാം വിശ്വാസം, ഇവള് പറയുന്നതേ ഇവനിപ്പോൾ അനുസരിക്കൂ എന്ന് പറയണം. അപ്പോൾ ആദർശ് തുറച്ചൊരു നോട്ടം നോക്കുകയാണ്. എന്നിട്ട് പറയണേ, അപ്പച്ചി ആദ്യം പോയി മോൻ്റെ കാര്യങ്ങൾ നോക്ക്, അതിനുശേഷം അപ്പച്ചി ഇങ്ങോട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ മതി, അപ്പച്ചിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവുമല്ലേ, അത് പോയി അപ്പച്ചി നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ ജലജ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയണേ, എടാ നീ എന്താടാ നീ പറയുന്നത്? നീ ഇവളുടെ വീടിൻ്റെ അടുത്ത് വരെ പോയി, അതുകൊണ്ട് നീ അവളുടെ വീട്ടിൽ കയറി, നിനക്ക് വേറൊരു പെണ്ണ് വരികയാണെങ്കിൽ അങ്ങനെ പൊയ്ക്കൂടെ അതായത് വേറൊരു പെണ്ണാണ് നിൻ്റെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നീ അവളുടെ വീട്ടിൽ 2 ദിവസം പോയി നിൽക്കില്ലേ എന്നൊക്കെയല്ലേ നീ എന്നോട് ചോദിച്ചത്? എന്നാൽ നീ കേട്ടോ, ഇനി ഈ കുടുംബത്തിൻ്റെ മരുമകൾ ഇനിയാടാ വരാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് നടന്നു പോയ ജലജ തിരിഞ്ഞു വരികയാണ്. എന്നിട്ട് ജലജ ചോദിക്കണം, അല്ലേ ഏട്ടത്തി അതെന്ത് പറച്ചില്ല, അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള 2 പേര് മരുമക്കളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയണ, നീ നിൻ്റെ പാട്ടിന് പോ ജലജേ എന്ന് പറഞ്ഞിട്ട് ദേവയാനി പറയണം, ഇല്ലടാ ഇല്ല, ഇപ്പോൾ ഇവളുമാർ 2 എണ്ണം ഇവിടെ വന്നിട്ടില്ലേ, അവർ 2 പേര് ഇവിടുത്തെ മരുമക്കളല്ല, അവരെ 2 പേരെ ഞാൻ എൻ്റെ മരുമക്കളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല, കണക്കാക്കത്തുമില്ല. ഇവളുമാർ എന്നായാലും ഈ കുടുംബത്തിൽ നിന്ന് പുറത്ത് പോവേണ്ടവരാണ്. എൻ്റെ അനാമികയില്ലേ, അനിയുടെ ഭാര്യയായിട്ട് വരുന്ന അവളാണ് ഈ കുടുംബത്തെ ഭരിക്കുന്നത്, അവളാണ് ഈ കുടുംബത്തിൽ വന്നു കയറുന്ന ഇവിടുത്തെ മരുമകൾ, അവളെ മാത്രമേ ഞാൻ മരുമകളായിട്ട് അംഗീകരിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. നയന വല്ലാതാവുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇവളുടെ ജോലി എന്ന് പറയുന്നത് അനാമികയുടെ പാദസേവ ചെയ്യുന്നത് മാത്രമായിരിക്കും എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ ആദർശിന് ദേഷ്യം വരികയാണ്. ആദർശ് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ദേവയാനിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. യുദ്ധം നടക്കുമോ? നമ്മുടെ ദേവയാനിയോട് നമ്മുടെ ആദർശ് ആദ്യമായി എതിർത്ത് സംസാരിക്കുമോ എന്നൊക്കെ ഇപ്പം തന്നെ ഒരു ചെറിയൊരു തിരി കൊളുത്തിയിട്ടുണ്ട്. ഇനി നാളെ എന്താവും, പൊട്ടിത്തെറി ഉണ്ടാവും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.